Hi all, welcome to AJUB. ഓക്കെ, നിങ്ങളെല്ലാവരും SSC, CGL, CHSL, MTS, GD തുടങ്ങിയ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഞങ്ങളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇയർ SSC, CGL, CHSLന് ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, read the following statements. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the seals of the Harappan culture were made using locally found steatite. And next statement, these seals often feature animal motifs and undeciphered script symbols. അപ്പോൾ നമുക്ക് അതിലെ ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, only S1, next only S2, both S1 and S2 are correct, and last option, neither S1 nor S2 is correct. അപ്പോൾ ഇതിലെ ശരി ഉത്തരം ബോത്ത് S1 ആൻഡ് S2 ആർ കറക്റ്റ്. ബോത്ത് S1 ആൻഡ് S2 ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ദ സീൽസ് ഓഫ് ദ ഹാരപ്പൻ കൾച്ചർ വെയർ മെയ്ഡ് യൂസിങ് ലോക്കലി ഫൗണ്ട് സ്റ്റേറ്റൈറ്റ്. അതായത് ഈ ഹാരപ്പൻ കൾച്ചർ മെയിൻലി മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റൈറ്റ് യൂസ് ചെയ്ത സ്റ്റേറ്റൈറ്റ്. ഈ സ്റ്റേറ്റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോപ്പ് ലൈക്ക് സ്റ്റോൺ. അത് മാത്രമല്ല, ഈ സ്റ്റേറ്റൈറ്റ് നമുക്ക് കാർവ് ചെയ്ത് എടുക്കാൻ പറ്റും, ഈസിലി ടു കാർവ്. ഈ കാർവെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൊത്തിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഇവിടെ കാർവെന്ന് കൊണ്ടവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. These seals often feature animal motifs and undeciphered script symbols. അതായത് ഈ സീൽസ് മെയിൻലി ഫീച്ചർ ചെയ്യുന്നത് ഈ ആനിമൽസിനെ മെയിൻലി ആയിട്ട് ഇവിടെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ആനിമൽസ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. യൂണിക്കോൺ, ഹംബ്ഡ് ബുൾ, റൈനോസറസ്, and last one is tiger. Okay, unicorn, humped bull, rhinoceros and last one is tiger. Important ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അൺഡെസിഫൈഡ് സ്ക്രിപ്റ്റ് സിമ്പിൾസ് എന്നാണ്. അതായത് ഇപ്പോഴും ഹാരപ്പൻ സിമ്പിൾസ് ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിലും അത് അൺഡെസിഫൈഡ് ആണ്. അതായത് ഇപ്പോഴും വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്ക്രിപ്റ്റാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അൺഡെസിഫൈഡ് എന്നുകൊണ്ട് അവർ മീൻ ചെയ്യുന്നത്. ഡെസിഫേർഡ്. അത് മാത്രമല്ല, ഹാരപ്പൻ സ്ക്രിപ്റ്റ് ബൗസ്ട്രോഫീഡൻ ആണ്. ബൗസ്ട്രോഫീഡൻ. ഈ ബൗസ്ട്രോഫീഡൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ചാൻഹുദാരോ വാസ് പ്രൈമർലി എ സെന്റർ ഫോർ ഓപ്ഷൻ എ അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി മെറ്റൽ വർക്കിംഗ്, ഓപ്ഷൻ സി ബിയേഡ് മേക്കിംഗ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ടെക്സ്റ്റൈൽ വീവിംഗ്. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ബിയേഡ് മേക്കിംഗ് ആണ്. ഓപ്ഷൻ സി ബിയേഡ് മേക്കിംഗ്. അത് മാത്രമല്ല, ഈ ചാൻഹുദാരോ എന്ന് പറയുമ്പോഴത്തേക്കും ചാൻഹുദാരോ ഇൻഡസ്ട്രിയൽ സെന്റർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടും. ചാൻഹുദാരോ ഈസ് ഇൻഡസ്ട്രിയൽ സെന്റർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അത് മാത്രമല്ല, ഈ ബിയേഡ് മേക്കിംഗ് മാത്രമല്ല ഇവിടെ ചാൻഹുദാരയിലുള്ളത്. ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ബാങ്കിൾ മേക്കിംഗ്, ഷെൽ വർക്കിംഗ് ആൻഡ് ആൾസോ ബിയേഡ് മേക്കിംഗ്. അപ്പോൾ ഈ ചാൻഹുദാരോ മെയിൻലി ഫേമസ് ഫോർ ബാങ്കിൾ മേക്കിംഗ്, ഷെൽ വർക്കിംഗ് ആൻഡ് ബിയേഡ് മേക്കിംഗ്. അത് മാത്രമല്ല, ഈ ചാൻഹുദാരോ എക്സവേറ്റ് ചെയ്ത ആളുടെ പേരും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ.
ചാൻഹുദാരോ excavated by N.G. Mazumdar. In 1931. Okay. Chandhudaro excavated by N.G. Majumdar in 1931. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, ഈ only Harappan city without a fortified citadel. Without a fortified citadel. Without a fortified citadel. Only Harappan city വിത്തൗട്ട് എ ഫോർട്ടിഫൈഡ് സിറ്റഡൽ. ഈ ഫോർട്ടിഫൈഡ് സിറ്റഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പുള്ള കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒൺലി ഹാരപ്പൻ സിറ്റി വിത്തൗട്ട് എ ഫോർട്ടിഫൈഡ് സിറ്റഡൽ. അതിൻ്റെ ആൻസർ വരുന്നത് ചാൻഹുദാരയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചാൻഹുദാര എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ സെൻറ്റർ, മെയിൻലി ഫേമസ് ഫോർ ബാങ്കിൾ മേക്കിംഗ്, ഷെൽ വർക്കിംഗ് ആൻഡ് ബിയേഡ് മേക്കിംഗ്. പിന്നെ ഈ ചാൻഹുദാരോ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത് N.G. മജുംദാർ. ആ വർഷം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ, 1931. അത് മാത്രമല്ല, സിറ്റി വിത്തൗട്ട് എ ഫോർട്ടിഫൈഡ് സിറ്റഡൽ. എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, സിറ്റി വിത്തൗട്ട് എ ഫോർട്ടിഫൈഡ് സിറ്റഡൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചാൻഹുദാരോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് വെപ്പൺസ് വെയർ കോമൺലി യൂസ്ഡ് ബൈ മീസോലിത്തിക് പീപ്പിൾ ഫോർ ഹണ്ടിങ്? ഓപ്ഷൻസ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സ്വേർഡ്സ്, ബാർബ്ഡ് സ്പിയേഴ്സ്, കാനോൺസ് ആൻഡ് ലാസ്റ്റ് വൺ കാറ്റാപുൾട്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ബാർബ്ഡ് സ്പിയേഴ്സ്. ഓക്കെ, ഈ ബാർബ്ഡ് സ്പിയേഴ്സ് ആണ് മെയിൻലി നമ്മുടെ മീസോലിത്തിക് പീപ്പിൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തോ ഈ മീസോലിത്തിക് പീപ്പിൾ മെയിൻലി യൂസ് ചെയ്തിരുന്ന ആ വെപ്പൺസിനെ നമ്മൾ മൈക്രോലിത്സ് എന്നും കൂടെ പറയും. മൈക്രോലിത്സ്, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണേ. മൈക്രോലിത്സ് ഓർ ഈ ടൈനി ടൂൾസ്. ഈ ടൈനി ടൂൾസിനെയാണ് നമ്മൾ മെയിൻലി മൈക്രോലിത്സ് എന്ന് മെയിൻലി നമ്മൾ പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഈ സ്വേർഡ്സ്, കാനോൺസ് ആൻഡ് കാറ്റാപുൾസ്, ഇത് മെയിൻലി, ഇത് മൂന്നും, ഈ സ്വേർഡ്സ്, കാനോൺസ്, കാറ്റാപുൾസ്, ഇത് മൂന്നും മെയിൻലി അയൺ ഏജിൽ യൂസ് ചെയ്തിരുന്ന അഡ്വാൻസ്ഡ് വെപ്പൺസ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ, ചിലപ്പോൾ ചോദിക്കാം. സ്വേർഡ്സ്, കാനോൺസ് ആൻഡ് ലാസ്റ്റ് വൺ കാറ്റാപുൾസ് അയൺ ഏജിൽ യൂസ് ചെയ്തിരുന്ന അഡ്വാൻസ്ഡ് വെപ്പൺസ് ആണ്. പിന്നെ ഈ ബാർബ്ഡ് സ്പിയേഴ്സ് ആണ് നമ്മുടെ മീസോലിത്തിക് ഏജിലുള്ള പീപ്പിൾസ് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ച് മീസോലിത്തിക് സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. Mesolithic sites, important Mesolithic sites. First one is Bagar. Bagar വരുന്നത് രാജസ്ഥാൻ. Next one is Adamarg. Adamarg വരുന്നത് മധ്യപ്രദേശ്. ലാസ്റ്റ് വൺ ലംഘഞ്ച് വരുന്നത് ഗുജറാത്ത്. ബാഗർ രാജസ്ഥാൻ, അഡമാർഗ് മധ്യപ്രദേശ് ആൻഡ് ലാസ്റ്റ് വൺ ലംഘഞ്ച് വരുന്നത് ഗുജറാത്തിലാണ്. അതിൽ ഈ ബാഗർ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. എവിഡൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ബാഗർ എന്നാണ്. ഇവിടെയാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേദ പ്രൈമർലി കണ്ടെയ്ൻസ് റിച്വൽ ഫോർമുലാസ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സ് ഫോർ പെർഫോമിംഗ് സാക്രിഫൈസസ്? അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അവ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സാമവേദ, യജുർവേദ, അഥർവവേദ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഋഗ്വേദ. അപ്പോൾ ഇതിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി
യജുർവേദ. ഓക്കെ, ഓപ്ഷൻ ബി യജുർവേദ. അപ്പോൾ യജുർവേദ എന്ന് പറയുമ്പോഴത്തേക്കും വേദ ഓഫ് സാക്രിഫിഷ്യൽ, വേദ ഓഫ് സാക്രിഫിഷ്യൽ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യജുർവേദ, വേദ ഓഫ് സാക്രിഫിഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാമവേദ എന്താണെന്ന് പഠിക്കാം. ഈ സാമവേദ മെയിൻലി കണ്ടെയ്ൻസ് മെലഡീസും പിന്നെ ചാൻസ്, മെലഡീസ് ആൻഡ് ചാൻസ്. നെക്സ്റ്റ് അഥർവവേദ മെയിൻലി കണ്ടെയ്ൻസ് magical spells. And last one, Rigveda contains hymens. ഈ ഹൈമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കീർത്തനങ്ങൾ നമ്മൾ ആലപിക്കത്തില്ല, അതിനൊക്കെയാണ് മെയിൻലി ഹൈമൻസ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഥർവവേദയിൽ ഈ മാജിക്കൽ സ്പെൽസുമായിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻലി അവർ പറയുന്നത്. പിന്നെ സാമവേദ നമുക്കറിയാം, മെലഡീസ്. പിന്നെ ഈ യജുർവേദ മെയിൻലി ഈ യാഗങ്ങളും ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അതാണ്. അപ്പോൾ വേദ ഓഫ് സാക്രിഫിഷ്യൽ ഇറ്റ്സ് യജുർവേദ. ഇത് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആണ്. വേദ ഓഫ് സാക്രിഫിഷ്യൽ, യജുർവേദ, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് മണ്ഡല ഓഫ് ദ ഋഗ്വേദ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഓപ്ഷൻ എ സൂക്താസ്, ഓപ്ഷൻ ബി ഖാണ്ഡാസ്, ഓപ്ഷൻ സി പുരാണാസ്, ഓപ്ഷൻ ഡി സംഹിതാസ്. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സൂക്താസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രൈമറി സബ് ഡിവിഷൻ ഓഫ് ഋഗ്വേദിക് മണ്ഡല. പ്രൈമറി സബ് ഡിവിഷൻ ഓഫ് ഋഗ്വേദിക് മണ്ഡല. ഈ പ്രൈമറി സബ് ഡിവിഷൻ ഓഫ് ഋഗ്വേദിക് മണ്ഡലേനെ പറയുന്നതാണ് സൂക്താസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് മാത്രമല്ല, ടോട്ടൽ നമ്പർ ഓഫ് സൂക്താസ് എത്ര എന്ന് ചോദിക്കും. ഋഗ്വേദത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സൂക്താസ്, എത്ര സൂക്തങ്ങളാണ് ഋഗ്വേദിക് മണ്ഡലയിലുള്ളത് ഓർ ഋഗ്വേദയിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സൂക്താസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സൂക്താസ് അതൊന്ന് നോട്ട് ചെയ്തോ. 1028. Total number of suktas in Rigveda 1028. And then each sukta is made up of individual verses. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. Each sukta made up of individual verses. അതിനെ പറയുന്ന പേരാ റിസ്ക്സ്, RISKS. അപ്പോൾ ഈച്ച് സൂക്താസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ വേഴ്സസ് ഈസ് കോൾഡ് റിസ്ക്സ്. അപ്പോൾ ഓക്കെ അല്ലോ. ഈച്ച് മണ്ഡല ഓഫ് ദ ഋഗ്വേദിക് ഇസ് ദ ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു സൂക്താസ്. പ്രൈമറി സബ് ഡിവിഷൻ ഓഫ് ദ ഋഗ്വേദിക് മണ്ഡല എന്നാണ് നമ്മൾ സൂക്താസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സൂക്താസ് 1028. ഈച്ച് സൂക്താസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ വേഴ്സസ് ആൻഡ് അതിനെ നമ്മൾ പറയുന്നതാണ് റിസ്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് വെയർ നോട്ട് ഫൗണ്ട് ഓൺ മൗര്യൻ സ്റ്റോൺ പില്ലേഴ്സ്? ഓപ്ഷൻ എ ലയൺസ്, ഓപ്ഷൻ ബി ബുൾസ്, ഓപ്ഷൻ സി എലിഫന്റ്സ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ഈഗിൾ. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഈഗിൾ. ഓക്കെ, നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. അശോക് പില്ലേഴ്സിലും അതുപോലെ മൗര്യൻ ആർട്സിലും മെയിൻലി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ആനിമൽസിനെ നമുക്കിവിടെ പരിചയപ്പെടാം. ലയൺസ്, ബുൾസ്, എലിഫന്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹോഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അശോക് പില്ലേഴ്സിലും അതുപോലെ തന്നെ മൗര്യൻ ആർട്സിലും റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ചല്ല, ഈ ഒരു 4 ആനിമൽസ് ആണ് മെയിൻലി അതിൽ വരുന്നത്. ലയൺസ്, ബുൾസ്, എലിഫന്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് റൂളർ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ നന്ദ ഡൈനാസ്റ്റി? നന്ദ ഡൈനാസ്റ്റിയുടെ റൂളർ ആരെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. അശോക, ധനനന്ദ, മഹാപത്മനന്ദ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ചന്ദ്രഗുപ്ത മൗര്യ.
അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് മഹാപദ്മനന്ദ. ഓക്കെ, ഈ മഹാപദ്മനന്ദനെ ഈ പുരാണാസിൽ ഏകരഥ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏകരഥ്. ഈ ഏകരഥ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോൾ സോവറൈൻ. അത് മാത്രമല്ല, ഈ നന്ദ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ആരാണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. നന്ദ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ഇറ്റ്സ് ധനനന്ദ. ഓക്കെ, founder of Nanda dynasty is Mahapadmananda and last ruler of Nanda dynasty is Dhanananda. രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഗുപ്ത അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വിച്ച് പെയർ ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഓക്കെ, ഓപ്ഷൻ എ നോക്കാം. പ്രാത മകുളിക, വർക്ക്സ് സൂപ്പർവൈസർ. നെക്സ്റ്റ് ഗ്രാമിക, വില്ലേജ് ഹെഡ്മാൻ. ഓപ്ഷൻ സി തലവാട്ടക, മിലിറ്ററി പേ മാസ്റ്റർ. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി പുസ്തപാല, ടാക്സ് കളക്ഷൻ ഓഫീസർ. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഗ്രാമിക, വില്ലേജ് ഹെഡ്മാൻ. അപ്പോൾ നമുക്കിവിടെ ഈ പ്രാഥമഗുളിക, തലവാട്ടക, അതുപോലെ തന്നെ ഈ പുസ്തപാല, ഇതെന്താണെന്ന് നമുക്കൊന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് ഇത് ചോദിക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് നമുക്ക് ഈ പ്രാഥമഗുളിക, ഈ പ്രാഥമഗുളിക എന്ന് മെയിൻലി അവർ മീൻ ചെയ്യുന്നത് ചീഫ് ക്രാഫ്റ്റ്സ്മാൻ. Chief craftsman is also known as Pradhamagulika. Next, Talavataka. Chief Policing. ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയാണ് അവിടെ തലവാട്ടക എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് പുസ്തപാല. പുസ്തപാല എന്ന് അറിയപ്പെടുന്നത് ഈ റെക്കോർഡ് കീപ്പേഴ്സിനെയാണ് പുസ്തപാല എന്ന് ഈ ഗുപ്ത അഡ്മിനിസ്ട്രേറ്റീവ് ആ പീരീഡിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമഗുളിക എന്ന് പറയുമ്പോഴത്തേക്കും ചീഫ് ക്രാഫ്റ്റ്മാൻ, അതുപോലെ തലവാട്ടക എന്ന് പറയുമ്പോഴത്തേക്കും ചീഫ് പോലീസിംഗ്, പുസ്തപാല എന്ന് പറയുമ്പോഴത്തേക്കും റെക്കോർഡ് കീപ്പർ, ആൻഡ് ഗ്രാമിക എന്ന് പറയുമ്പോഴത്തേക്കും ഈ വില്ലേജ് ഹെഡ്മാനെയാണ് നമ്മൾ ഈ ഗുപ്ത അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആ ഒരു ടൈമിൽ നമ്മൾ വില്ലേജ് ഹെഡ്മാൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following Buddhist councils and their locations are correctly matched? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹ, സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ലുംബിനി, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കാശ്മീർ, ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ പാടലിപുത്ര. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹ. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ്, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ്, അതുപോലെ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ് നടന്നിട്ടുള്ളതും പിന്നെ അത് ആരാണ് പാട്രണൈസ് ചെയ്തത് അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് രാജഗൃഹ. അത് പാട്രണൈസ് ചെയ്തത് അജാത ശത്രു. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലി, പാട്രണൈസ്ഡ് ബൈ കാലശോക. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ലുംബിനി, പാട്രണൈസ്ഡ് ബൈ അശോക. നെക്സ്റ്റ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ കുണ്ടളവന, പാട്രണൈസ്ഡ് ബൈ കനിഷ്ക. ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹ, പാട്രണൈസ്ഡ് ബൈ അജാതശത്രു. അതുപോലെ തന്നെ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലി, പാട്രണൈസ്ഡ് ബൈ കാലശോക. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് ലുംബിനി, പാട്രണൈസ്ഡ് ബൈ അശോക. ആൻഡ് ലാസ്റ്റ് വൺ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് കുണ്ടളവന. ഈ കുണ്ടളവന ഇരിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്, അതും കൂടെ just നോട്ട് ചെയ്ത് വെച്ചോ. ആൻഡ് പാട്രണൈസ്ഡ് ബൈ കനിഷ്ക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What name was given to Bal Gangadhar Tilak by the British rulers? Father of the Indian unrest, National Treasure of India, Iron Man of India, the father of undivided India. ഇതിന് ശരിയുത്തരം വരുന്നത് the father of Indian unrest. അപ്പോൾ ഈ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. വാലന്റൈൻ കൈറോൾ. ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ബുക്കായ ഇന്ത്യൻ അൺട്രസ്റ്റ് ചോദിക്കാം. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന ബുക്കിലാണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് നമ്മുടെ ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത്. അപ്പോ ഈ അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം. അയൺ മാൻ ഓഫ് ഇന്ത്യ ഈസ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കാം. ബാലഗംഗാധർ തിലക് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ അൺട്രസ്റ്റ്. അപ്പോൾ ഈ ഫാദർ ഓഫ് ദ ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. വാലന്റൈൻ കൈറോൾ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ബുക്കായ ഇന്ത്യൻ അൺട്രസ്റ്റിലാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ദ ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബാജി റൗത്ത്, എ യങ് ഫ്രം ഒഡീഷ, ബിക്കേം എ മാർട്ടിയർ അറ്റ് വാട്ട് ഏജ്? അതായത് ഈ ബാജി റൗത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രാമത്തെ വയസ്സിലാണ് രക്തസാക്ഷി ആയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 8 years, ഓപ്ഷൻ ബി 10 years, ഓപ്ഷൻ സി 12 years ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി 15 years. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 12 years. അതായത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും പ്രായം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള മാർട്ടിയർ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഈസ് ബാജി റൗത്ത്. ആ വർഷം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. October 11, 1938. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി.